അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൽ ആദ്യമായി കളിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്, ബിഗിനേഴ്സിന് വേണ്ടിയുള്ള. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം നമുക്ക് വുഡ് കണ്ടുപിടിച്ച് അത് വെട്ടണം. വുഡ് ആണ് വേണ്ടത് ഫസ്റ്റായിട്ട്. അപ്പോൾ വുഡ് വെട്ടണം. അപ്പോൾ ഗൈസ്, നമ്മൾ വുഡൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യമായി വേണ്ടത് ക്രാഫ്റ്റിംഗ് ടേബിളാണ് ആദ്യമായി വേണ്ടത്. അതിവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ പ്ലാങ്ക്സ് ഉണ്ടാക്കുക. എന്നിട്ട് കുറച്ച് സ്റ്റിക്കും ഉണ്ടാക്കുക. നേരെ സോഡ്, പിക്കാക്സ്, ആക്സ്, ഇതാണ് ഫസ്റ്റായിട്ട് വേണ്ടത്. ഇതുണ്ടെങ്കിലേ നമുക്ക് ബെഡ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബെഡ്സ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യമായി ഷീപ്പിനെ കൊല്ലണം. ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഒരു 3 ഷീപ്പ് വേണം. 2 ഷീപ്പ് ആയിട്ടുണ്ട്. പിഗ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെ കൊല്ലാം. ആ ഷീപ്പിനെ കൊന്നിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്ത് ഗൈസ്, നമുക്ക് ഇങ്ങനെ ഒരു പ്ലാങ്ക്സ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് സ്റ്റിക്കും വേണം. ഓക്കെ, അപ്പോൾ നമ്മളെ വൈറ്റ് ബെഡ് റെഡിയായി. അപ്പോൾ അങ്ങനെയാണ് ബെഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ബെഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, രാത്രി ഒരു ഷെഡും കൂടിയും പണിയേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഫുഡും വേണം. കുറച്ച് പണിയെടുക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം വിശക്കാൻ തുടങ്ങും. ഇപ്പം തന്നെ 2 ഇത് പോയി, മേലെ കാണുന്നുണ്ടോ? ഇങ്ങനത്തെ ചിക്കനെയും പിന്നെ ഷീപ്പ്, പിഗ്, പിന്നെ കൗ, അതിനെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ റോ ഇത് കിട്ടും. അത് ചൂടാക്കണമെങ്കിൽ നമുക്ക് ഈ സ്റ്റോണ് വേണം. സ്റ്റോണ് കൊത്തിയെടുക്കണം. പിന്നെ കോളോ അല്ലെങ്കിൽ സ്റ്റിക്കോ വെച്ച് നമുക്ക് ഇത് ചൂടാക്കാം വേണമെങ്കിൽ. ആദ്യം നമുക്ക് വേണ്ടത് ഫർണസാണ്. ഫർണസ് ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് 5-10 സ്റ്റോണോ വേണം ഗൈസ് ഫർണസ് ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഫർണസ് റെഡിയായി. ഫർണസ് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു കോള് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ റോ ചിക്കൻ ചുടാം. അതാവട്ടെ. ബാക്കി കോളെടുത്തിട്ട് വേറെ ചിക്കൻ ചുടാം. കോളെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഈ ചിക്കനായി. വേറെ റോ മട്ടൻ ആക്കാം. കോള് വെച്ച് കൊടുക്കാം. അതിന് മുമ്പേ ഇങ്ങനത്തെ ഓരോ ഇതിനെയൊക്കെ കൊന്ന് അതിൻ്റെ ഇതൊക്കെ കളക്ട് ചെയ്ത് വെക്കണം. ഫർണസിലിട്ട് പിന്നെ ചൂടാക്കിയാൽ മതി. കൗവിനെ കൊല്ലാൻ ഭയങ്കര പാടാണ്.
പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 എണ്ണം ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ബീഫ് അതും കൂടി ആക്കണം. വൈകുന്നേരം ആയിട്ടില്ല. ആവുന്നതിന് മുമ്പേ നമുക്കൊരു ഇങ്ങനെ ഒരു സംഭവം പണിയണം. ഇങ്ങനെ ഒരു ഷെഡ് പോലത്തെ ഇത് പണിയണം. അല്ലെങ്കിൽ രാത്രി വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളടുക്കെ ബെഡുണ്ട്. ബെഡ് ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ബെഡ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആയിക്കോളും. അന്നേരം പിന്നെ നമ്മളെ മോൺസ്റ്റേഴ്സ് ഒന്നും വന്ന് അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ ഇതായിട്ടുണ്ട് ബീഫ്. പിന്നെ ഇത് പിഗിൻ്റെ അതും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് രാത്രി ആയിട്ടുണ്ട്. മോൺസ്റ്റേഴ്സൊക്കെ സ്പോണാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാം. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീക്കാം. അതായിരിക്കും നല്ലത്. ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആവും. ഓക്കെ. ക്രീപ്പർ വന്നേ.